Safair, the dream team in entrance coaching. Good evening, my dear students. ഇന്ന് സെക്കൻഡ് ഇയർ സുവോളജിയിലുള്ള 2 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഈ വരുന്ന നീറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള 2 ചാപ്റ്റേഴ്സാണ്. ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നുമായിട്ട് ഏകദേശം 7-8 ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു 32 മാർക്ക് വരെ ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാം. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണം, പഠിക്കണം. പ്രധാനപ്പെട്ട നീറ്റിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് us start with the questions one by one. Question number 1. If for some reason the vas deferens in the human reproductive system get blocked, the gametes will not be transported from. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലെ ഡക്റ്റ് സിസ്റ്റത്തെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടായിരിക്കണം. എന്താണ് ഈ ഡക്റ്റ് സിസ്റ്റത്തിൽ? തുടങ്ങുന്നത് സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്നാണ്. Seminiferous tubules are the site of synthesis of sperms. അപ്പോൾ സ്പേംസിൻ്റെ ഫോർമേഷൻ നടക്കുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ്, അല്ലെങ്കിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ജെർമിനൽ എപ്പിത്തീലിയത്തിലാണ്. സെമിനിഫറസ് ട്യൂബ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസ് റെറ്റെ ടെസ്റ്റിസിലേക്ക് പ്രവേശിക്കുന്നു. റെറ്റെ ടെസ്റ്റിസ് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ്. റെറ്റെ ടെസ്റ്റിസിൽ നിന്ന് സ്പേംസ് പിന്നീട് പോകുന്നത് വാസ എഫറൻഷ്യയിലേക്കാണ്. അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസും റെറ്റെ ടെസ്റ്റിസും വാസ എഫറൻഷ്യയും ടെസ്റ്റിസിനുള്ളിലാണ്. ഇനി വാസ എഫറൻഷ്യയിൽ നിന്ന് സ്പേം കടക്കാൻ പോകുന്നത് എപ്പിഡിഡിമിസിലേക്കാണ്. എപ്പിഡിഡിമിസ് എന്ന് പറഞ്ഞ ഒരു ഹൈലി കൺവല്യൂട്ടഡ് ട്യൂബ് സീൻ ഔട്ട്സൈഡ് ദ ടെസ്റ്റിസ് അറ്റ് ഇറ്റ്സ് പോസ്റ്റീരിയർ സൈഡ്. എപ്പിഡിഡിമിസിൽ നിന്നും സ്പേംസ് ഇനി പോകേണ്ടത് വാസ് ഡെഫറൻസിലേക്കാണ്. വാസ് ഡെഫറൻസിൽ നിന്ന് സ്പേംസ് ഇജാക്കുലേറ്ററി ഡക്റ്റിലേക്ക്. ഇജാക്കുലേറ്ററി ഡക്റ്റിൽ നിന്നും സ്പേംസ് യൂറിത്ര വഴി ഔട്ട്സൈഡ്. ഇതാണ് സ്പേം സഞ്ചരിക്കുന്ന സീക്വൻസ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഡക്റ്റ് സിസ്റ്റം ഓഫ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് വിളിക്കാം. ഇതിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസും റെറ്റെ ടെസ്റ്റിസും വാസ എഫറൻഷ്യയും ടെസ്റ്റിസിനുള്ളിലായതുകൊണ്ട് അതിനെ നമുക്ക് ഇൻട്രാ ടെസ്റ്റിക്കുലാർ ഡക്റ്റുകൾ എന്ന് വിളിക്കാം. എന്നാൽ എപ്പിഡിഡിമിസ് മുതൽ മുമ്പോട്ടുള്ളതെല്ലാം എക്സ്ട്രാ ടെസ്റ്റിക്കുലാർ ഡക്റ്റ് സിസ്റ്റത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? If for some reason vas deferens in the human reproductive system gets blocked, vas deferens ബ്ലോക്ക് ആയാൽ വാസ് ഡെഫറൻസ് ബ്ലോക്ക് ആയാൽ എന്ത് സംഭവിക്കും? വാസ് ഡെഫറൻസ് ബ്ലോക്ക് ആയാൽ എപ്പിഡിഡിമിസിൽ നിന്ന് സ്പേംസ് ഇജാക്കുലേറ്ററി ഡക്റ്റിലേക്ക് പോകത്തില്ല. അപ്പോൾ ഇഫ് ദ വാസ് ഡെഫറൻസ് ഈസ് ബ്ലോക്ക്, ദ സ്പേംസ് കനോട്ട് മൂവ് ഫ്രം എപ്പിഡിഡിമിസ് ടു ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഇങ്ങനെ എഴുതി നോക്കിയാൽ നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എപ്പിഡിഡിമിസ് ടു ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഇതിങ്ങനെ ഒന്ന് എഴുതി നോക്കിയാൽ മതി. നിങ്ങൾ ഫുൾ എഴുതണ്ട. ഷോർട്ട് ഫോമിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ST, വാസ എഫറൻഷ്യ V,
ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ താഴെയുള്ള റഫ് സ്പേസിൽ നിന്ന് ഓടിച്ചാരോയിട്ട് എഴുതി നോക്കിയതിന് ശേഷം ആ വാസ് റെഫറൻസ് ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എപ്പിഡിഡിമിസിൽ നിന്നും ഇജാക്കുലേറ്ററി ഡക്റ്റിലേക്ക് സ്പേം പോകത്തില്ല ഇഫ് ദ വാസ് റെഫറൻസ് ഇസ് കട്ട്. വേറൊരു ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിലോ, ഇഫ് ദി വാസ എഫറൻഷ്യ ഈസ് ബ്ലോക്ക്ഡ് എന്ത് സംഭവിക്കും? റെക്റ്റൽ ടെസ്റ്റിൽ നിന്ന് എപ്പിഡിഡിമിസിലേക്ക് സ്പേംസ് പോകത്തില്ല. ഇജാക്കുലേറ്ററി ഡക്റ്റിലാണ് ബ്ലോക്കെങ്കിൽ എന്ത് ചെയ്യും? വാസ് റെഫറൻസിന് യുറേത്രയിലേക്ക് പോകത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. നെക്സ്റ്റ്, യൂട്ടറസ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യൂട്ടറസ് അല്ലെങ്കിൽ വൂംബ് എന്ന് പറയുന്നത്. ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻസൈഡ് ദ പെൽവിക് ക്യാവിറ്റി. ലോവർ അബ്ഡോമിനൽ ക്യാവിറ്റിയാണ് നമ്മൾ പെൽവിക് ക്യാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പെൽവിക് ക്യാവിറ്റി നോക്കിക്കഴിഞ്ഞാൽ പെൽവിക് ക്യാവിറ്റി ഇതാണ് പെൽവിക് ക്യാവിറ്റി. ഇതാണ് പെൽവിക് ക്യാവിറ്റി. ആ പെൽവിക് ക്യാവിറ്റിയിൽ എന്തുണ്ട്? പെൽവിക് ക്യാവിറ്റിയെ ലൈൻ ചെയ്തതാ ഇതാണ് ഇങ്ങനെയാണ് പെൽവിക് ക്യാവിറ്റി. ഇതാണ് പെൽവിക് ഗർഡിൽ. ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും പെൽവിക് ഗർഡിൽ. ആ പെൽവിക് ഗർഡിൽ എൻക്ലോസ് ചെയ്യുന്ന ഈ ക്യാവിറ്റിയുടെ പേരാണ് പെൽവിക് ക്യാവിറ്റി. ഇതാണ് പെൽവിക് ക്യാവിറ്റി. ഈ കാണുന്ന ഈ ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഇതിൻ്റെ പേരാണ് പ്യൂബിക് സിംഫൈസിസ്. ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും പെൽവിക് ഗർഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഇതാണ് പ്യൂബിക് സിംഫൈസിസ്. പ്യൂബിക് സിംഫൈസിസ്. ഇതെന്താണ്? ഇതാണ് സേക്രം ഓഫ് വെർട്ടിബ്രൽ കോളം. സേക്രം ഓഫ് വെർട്ടിബ്രൽ കോളം. അപ്പോൾ ഡോർസൽ സൈഡിൽ വെർട്ടിബ്രൽ കോളവും വെൻട്രൽ സൈഡിൽ പ്യൂബിക് സിംഫൈസിസും ഇരുവശങ്ങളിലും പെൽവിക് ഗർഡിലും. ഇതാണ് പെൽവിക് ക്യാവിറ്റിയുടെ ബോർഡർ എന്ന് പറയുന്നത്. പ്യൂബിക് സിംഫൈസിസിൻ്റെ തൊട്ട് പുറകിലായിട്ട് എന്ത് കാണും? ഇവിടെയാണ് യൂറിനറി ബ്ലാഡർ. അതിൻ്റെ തൊട്ട് പുറകിൽ എന്താണ്? ഇതാണ് യൂട്ടറസ്. ഇതെന്താണ്? റെക്റ്റം. അപ്പോൾ ഇത് യൂറിനറി ബ്ലാഡർ, ഇത് യൂട്ടറസ്, ഇത് റെക്റ്റം. അപ്പോൾ യൂറിനറി ബ്ലാഡർ ഈസ് പ്ലേസ്ഡ് ബിഹൈൻഡ് ദ പ്യൂബിക് സിംഫൈസിസ്. യൂട്ടറസ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ യൂറിനറി ബ്ലാഡർ ആൻഡ് ദ റെക്റ്റം. ടെക്സ്റ്റിൽ ഇതിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, ഒരു ലാറ്ററൽ വ്യൂ. NCERT ടെക്സ്റ്റിനകത്ത് ഇതേ ഡയഗ്രാം ഒരു ലാറ്ററൽ വ്യൂ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം യൂട്ടറസ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ റെക്റ്റം ആൻഡ് യൂറിനറി ബ്ലാഡർ. അപ്പോൾ യൂട്ടറസ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ യൂറിനറി ബ്ലാഡർ ആൻഡ് റെക്റ്റം. ഈ ഡയഗ്രാം മനസ്സിലാക്കിയാൽ മതി. യൂട്രസിൻ്റെ പൊസിഷനാണ്. അതൊരു ഇൻവെർട്ടഡ് പെയർ ഷേപ്ഡ് യൂട്രസ്. യൂട്രസിൻ്റെ ഇരുവശങ്ങളിലും ഫാലോപ്പിയൻ ട്യൂബുകൾ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. യൂട്രസുമായിട്ട് വെജൈന ഈസ് കണക്റ്റഡ് ത്രൂ ദ സെർവിക്സ്. സെർവിക്കൽ കനാലും വെജൈനൽ കനാലും തമ്മിൽ ചേരുമ്പോൾ അത് ബർത്ത് കനാലായി. ഈ വക കാര്യങ്ങളെല്ലാം ടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്തത്, the correct statement pertaining to primary spermatocyte. The process of formation of spermsനെയാണ് നമ്മൾ സ്പെർമാറ്റോജെനിസിസ് എന്ന് വിളിക്കുന്നത്. സ്പെർമാറ്റോജെനിസിസ്. അപ്പോൾ സ്പെർമാറ്റോജെനിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂബർട്ടി പീരീഡ് ആകുമ്പോഴാണ്. ഒരു ന്യൂ ബോൺ മെയിൽ ബേബിയുടെ ടെസ്റ്റിസിൻ്റെ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ സ്പെർമറ്റോഗോണിയൽ സെൽസ് ഉണ്ടെങ്കിലും the spermatogonial cells remain dormant till puberty. പ്യൂബർട്ടി പീരീഡ് ആകുമ്പോൾ ഈ സ്പെർമറ്റോഗോണിയൽ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യാൻ ആരംഭിക്കും. അതിനെന്ത് വേണം? ഹൈപ്പോതലാമസ് ആദ്യം ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യണം. ദ ഹൈപ്പോതലാമസ് സെക്രീറ്റ്സ് എ ഹോർമോൺ നോൺ ആസ് GnRH. GnRH stimulates the anterior pituitary to produce gonadotropins. FSH എന്നും LH എന്നും പറയുന്ന രണ്ട് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺസ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ മാത്രമേ ഈ സ്പെർമറ്റോജെനിസിസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ സ്പെർമറ്റോജെനിസിസ് നടക്കുമ്പോൾ ആദ്യം ദ സ്പെർമറ്റോഗോണിയ മൾട്ടിപ്ലൈ ചെയ്യും.
എന്നിട്ട് ഓരോ സ്പെർമറ്റോഗോണിയയും ഇതൊരു സ്പെർമറ്റോഗോണിയമാണെന്നിരിക്കട്ടെ, ഒരു സ്പെർമറ്റോഗോണിയം, മില്യൺസ് ഓഫ് സ്പെർമറ്റോഗോണിയമുണ്ട്. ഓരോ സ്പെർമറ്റോഗോണിയവും എന്ത് ചെയ്യുന്നു? അതൊരു പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. സ്പെർമറ്റോഗോണിയം എന്ന് പറയുന്നതും ഡിപ്ലോയിഡ് സെല്ലാണ്. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്ന് പറയുന്നതും ഡിപ്ലോയിഡ് സെല്ലാണ്. ഡിപ്ലോയിഡ് സെല്ലെന്ന് പറയുമ്പോൾ അതിലെന്താണ്? 44 ഓട്ടോസോംസും ഉണ്ട്, ഒരു എക്സ് ക്രോമസോമും ഉണ്ട്, ഒരു വൈ ക്രോമസോമും ഉണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഡിവൈഡ് ചെയ്യും. ഓരോ പ്രൈമറി സ്പെർമറ്റോസൈറ്റും ഡിവൈഡ് ചെയ്ത് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റുകളുണ്ടാവും. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് 2 സെക്കൻഡറി സ്പെർമറ്റോസൈറ്റുകൾ ഉണ്ടാവും. പക്ഷേ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് എന്താണ്? അത് ഹാപ്ലോയിഡാണ്. 23 ക്രോമസോമേ ഉള്ളൂ. ഒന്നിൽ 22 ഓട്ടോസോം പ്ലസ് എക്സ് ആണെങ്കിൽ ഒന്നിൽ 22 ഓട്ടോസോം പ്ലസ് വൈ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരാണ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. Primary spermatocyte undergoes the first meiotic division and 2 secondary spermatocytes are formed which are haploid. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ഒരു റിഡക്ഷൻ ഡിവിഷനാണ്. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ഈസ് എ റിഡക്ഷൻ ഡിവിഷൻ. First meiotic division is a reduction division because the chromosome number is reduced to half. ഇനി ഈ ഓരോ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റും വീണ്ടും ഡിവൈഡ് ചെയ്യും. ഓരോ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റും വീണ്ടും ഡിവൈഡ് ചെയ്ത് ഓരോന്നിൽ നിന്നും 2 സെല്ലുകൾ വീതമുണ്ടാവും. ആ സെല്ലുകളും എന്താണ്? അതും ആണ്, ഹാപ്ലോയിഡാണ്. ഈ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെർമാറ്റിഡ്സ് എന്ന് വിളിക്കും. സ്പെർമാറ്റിഡ്സ്. So each secondary spermatocyte undergoes the second meiotic division. ഇതിൻ്റെ പേരാണ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനിൽ ഇനി റിഡക്ഷൻ നടക്കുന്നില്ല. The first meiotic division is a reduction division. The second meiotic division is an ordinary mitotic division. There is no reduction in the chromosome number. അപ്പോൾ ഒരു സെക്കൻഡറി സ്പെർമറ്റോസൈറ്റിന് 2 സ്പെർമാറ്റിഡ്സ്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ നിന്ന് 4 സ്പെർമാറ്റിഡ് ഉണ്ടാവും. ഇതിൽ എക്സ് ക്രോമസോം, ഇതിൽ എക്സ് ക്രോമസോം, ഇതിൽ വൈ ക്രോമസോം, ഇതിലും വൈ ക്രോമസോം. ഓട്ടോസോംസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഒരു പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ നിന്ന് 4 സ്പെർമാറ്റിഡ്സ് ഉണ്ടാവുന്നു. ഇനി ഓരോ സ്പെർമാറ്റിഡും എന്ത് ചെയ്യുന്നു? ഒരു സ്പേമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഓരോന്നും ഒരു സ്പേമായിട്ട് ഡെവലപ്പ് ചെയ്യാണ്. ഇങ്ങനെ ഹാപ്ലോയിഡ് സ്പേംസ്. സ്പെർമാറ്റിഡ് സ്പേമായിട്ട് മാറുന്ന പ്രോസസ്സിൻ്റെ പേരെന്താണ്? സ്പെർമിയോജെനിസിസ്. സ്പെർമിയോജെനിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് ഇൻറ്റു സ്പേംസ്. ഇതാണൊരു ജനറൽ പിക്ചർ ഓഫ് ദ സ്പെർമാറ്റോജെനിസിസ്. ചോദ്യം: ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പെർട്ടൈനിങ് ടു പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ഏതാണ്? സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആണ്. പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആണ്. അപ്പോൾ ഇത് തെറ്റ്. ഹാപ്ലോയിഡ് സെൽ വിത്ത് 22X or 22Y കോംപ്ലിമെൻറ്റ്സ് അല്ലേ? സെക്കൻഡറി പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഹാപ്ലോയിഡ് അല്ല. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഡിപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് തെറ്റ്, അത് ഡിപ്ലോയിഡ് ആണ്. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഈസ് എ ഡിപ്ലോയിഡ്. അതിനകത്ത് 44 ഓട്ടോസോംസും എക്സും വൈയും ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ, പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് ഡോട്ടർ സ്പെർമറ്റോസൈറ്റ്സ് ബൈ റിഡക്ഷൻ ഡിവിഷൻ അല്ലേ? പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ്. ആ ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസിൻ്റെ പേരാണ് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. സോ ദ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഹാപ്ലോയിഡ് ഡോട്ടർ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. ആ ഡോട്ടർ സ്പെർമറ്റോസൈറ്റ്സിനെ വിളിക്കുന്നത് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ബൈ റിഡക്ഷൻ ഡിവിഷൻ. ഇത് റിഡക്ഷൻ ഡിവിഷനാണ്. ഇത് റിഡക്ഷൻ ഡിവിഷനാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊഡ്യൂസ് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആഫ്റ്റർ ദ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ അല്ല, ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനാണ്. പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് പ്രൊഡ്യൂസ് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആഫ്റ്റർ ദ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ മനസ്സിൽ ഈ സീക്വൻസ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഇനി ഇതൊന്നും അറിഞ്ഞില്ല, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ താഴെ ഷോർട്ട് ഫോമിൽ സെക്കൻഡറി SP
PP ഇങ്ങനെ എഴുതിയിട്ട് ഷോർട്ട് ഫോമിൽ എഴുതി പെട്ടെന്ന് നിങ്ങൾക്കൊരു 15 സെക്കൻഡ് കൊണ്ടൊന്ന് എഴുതാം സീക്വൻസ്. അങ്ങനെ എഴുതുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബ്രെയിനിനകത്തൊരു കൺഫ്യൂഷൻ വരത്തില്ല. പലപ്പോഴും നീറ്റ് എക്സാമിനേഷന് കുട്ടികൾ ചിന്തിച്ചെഴുതുമ്പോഴാണ് മിസ്റ്റേക്ക് വരാൻ സാധ്യത. അതിന് പകരം ഒരു ആരോ മാർക്ക് ഇട്ടൊന്ന് ചെറുതായിട്ട് താഴെ ഒരു പിക്ചറൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ക്യാൻ ബി അവോയ്ഡഡ്. Consider the following statements and mark the correct option. The blood level of GnRH and gonadotropins remains the same throughout the menstrual cycle. ആണോ? മെൻസ്ട്രുവൽ സൈക്കിളിൽ 4 സ്റ്റേജസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് മെൻസ്ട്രുവൽ ഫേസ്. മെൻസ്ട്രുവൽ ഫേസ് അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഫോളിക്കുലാർ ഫേസ്. ഫോളിക്കുലാർ ഫേസ്. മൂന്നാമത്തത് ഓവുലേറ്ററി ഫേസ്. ഓവുലേറ്ററി ഫേസ്. അടുത്തത് ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസ് കഴിഞ്ഞാൽ അടുത്ത മെൻസ്ട്രുവൽ ഫേസ് ആരംഭിക്കുകയായി. ഈ 4 സ്റ്റേജസ് ഉണ്ട്. മെൻസ്ട്രുവൽ ഫേസിൽ എന്താ സംഭവിക്കുന്നത്? ഡീജനറേഷൻ ഓഫ് എൻഡോമെട്രിയം. എൻഡോമെട്രിയം ഡീജനറേറ്റ് ചെയ്യുന്നു. എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് കുറയുന്നു. എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് കുറയണമെങ്കിൽ എന്ത് വേണം? ദർ ഇസ് എ fall in പ്രൊജസ്റ്ററോൺ. പ്രൊജസ്റ്ററോൺ ലെവൽ കുറയണം. പ്രൊജസ്റ്ററോൺ ലെവൽ കുറയണം. FSH കുറയുന്നു. LH കുറയുന്നു. ഏത് കൂടും? ഈസ്ട്രോജൻ അല്പം കൂടും. ഈസ്ട്രോജൻ അവിടെ കൂടുന്നു. കാരണം ഈസ്ട്രോജനും പ്രൊജസ്റ്ററോണും ആൻറ്റഗോണിസ്റ്റിക് ഹോർമോൺസ് ആണ്. എപ്പോഴെങ്കിലും പ്രൊജസ്ട്രോൺ കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈസ്ട്രോജൻ്റെ അളവ് കൂടും. ഈസ്ട്രോജൻ്റെ അളവ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടും. അപ്പോൾ മെൻസ്ട്രുവേഷൻ നടക്കുന്ന അല്ലെങ്കിൽ മെൻസ്ട്രുവൽ ഫേസിൽ പ്രൊജസ്ട്രോൺ കുറയുന്നു, ഈസ്ട്രോജൻ കൂടുന്നു. മെൻസ്ട്രുവേഷൻ നടക്കുന്നത് എന്തുകൊണ്ടാണ്? അതുവരെ ലൂട്ടിയൽ ഫേസിൽ പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ വളരെ ഹൈ ആയിരുന്നു. ഹൈ ആയിട്ടുള്ള പ്രൊജസ്ട്രോൺ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യുമ്പോൾ പ്രൊജസ്ട്രോണിൻ്റെ അളവ് പെട്ടെന്ന് കുറയുന്നു. പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറയുമ്പോൾ എൻഡോമെട്രിയത്തിന് പിന്നെ എക്സിസ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. എ fall in progesterone or a withdrawal of the progesterone causes breakdown of the endometrium. അതുകൊണ്ട് നോർമൽ മെൻസ്ട്രുവേഷനെ നമുക്ക് എന്ത് വിളിക്കാം? നോർമൽ മെൻസ്ട്രുവേഷൻ ഈസ് എ പ്രൊജസ്റ്ററോൺ വിഡ്രോവൽ യൂട്ടറൈൻ ബ്ലീഡിംഗ് ആണ്. അപ്പോൾ അവിടെ ഇതാണ്. ഇനി ഫോളിക്കുലാർ ഫേസിൽ എന്ത് സംഭവിക്കണം? ഫോളിക്കുലാർ ഫേസിൽ റീജനറേഷൻ ഓഫ് ദി എൻഡോമെട്രിയം. എൻഡോമെട്രിയമിന് റീജനറേറ്റ് ചെയ്യുന്ന ഇവിടെയാണ്. എൻഡോമെട്രിയത്തിൻ്റെ റീജനറേഷൻ. എൻഡോമെട്രിയത്തിൻ്റെ റീജനറേഷൻ നടക്കണമെങ്കിൽ GnRH കൂടണം. GnRH കൂടിയപ്പോൾ FSH കൂടി. FSH കൂടുന്നു, LH കൂടുന്നു, ഈസ്ട്രോജൻ കൂടുന്നു. അപ്പോൾ ഫോളിക്കുലാർ ഫേസിൽ ഹൈപ്പോതലാമസ് GnRH സെക്രീറ്റ് ചെയ്യുന്നു. GnRH സ്റ്റിമുലേറ്റ്സ് the anterior pituitary to secrete FSH. FSH stimulates the growth of ovarian follicles. Growing follicles produce estrogen. Estrogen regenerates the endometrium. അല്ലെങ്കിൽ estrogen causes proliferation and thickening of endometrium. അതോടൊപ്പം തന്നെ LHൻ്റെ അളവും കൂടും. പക്ഷേ ഈ സമയത്ത് പ്രൊജസ്ട്രോൺ ലെവൽ തീരെ കുറവാണ്. പ്രൊജസ്ട്രോൺ വളരെ കുറവാണ്. മിനിമത്തിലാണ് പ്രൊജസ്ട്രോൺ. എന്നാൽ ഓവുലേറ്ററി ഫേസ് ആകുമ്പോഴോ, ഓവുലേറ്ററി ഫേസ് നടക്കണമെങ്കിൽ LH സർജ് ലെവലിലെത്തണം. LH സർജ്. ഓവുലേഷൻ ഈസ് ട്രിഗേർഡ് ബൈ പീക്ക് ലെവൽ ഓഫ് LH. LH അതിൻ്റെ പീക്കിലെത്തണം. ഓവുലേഷൻ കഴിഞ്ഞാൽ ഇനി ലൂട്ടിയൽ ഫേസായി. ആഫ്റ്റർ ഓവുലേഷൻ ദ റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ വിൽ ഡെവലപ്പ് an yellow tissue known as corpus luteum, and the corpus luteum begins to secrete പ്രൊജസ്റ്ററോൺ. അപ്പോൾ ഓവുലേഷനെ ട്രിഗർ ചെയ്യുന്നതും LH ആണ്. കോർപ്പസ് ലൂട്യത്തിൻ്റെ ഫോർമേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും LH ആണ്. കോർപ്പസ് ലൂട്യത്തെ കൊണ്ട് പ്രൊജസ്റ്ററോൺ സെക്രീറ്റ് ചെയ്യിക്കുന്നതും LH തന്നെയാണ്. അപ്പോൾ ലൂട്ടിയൽ ഫേസ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ലൂട്ടിയൽ ഫേസ് ആകുമ്പോൾ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടാൻ തുടങ്ങും. പ്രൊജസ്റ്ററോൺ കൂടുതലാണ്. ഈസ്ട്രോജനും കൂടുതലാണെങ്കിലും
ഈസ്ട്രോജനും കൂടുതലാണെങ്കിലും പ്രൊജസ്ട്രോൺ കൂടുമ്പോൾ ദർ ഇസ് എ സ്മോൾ ഫോൾ ഇൻ ദ ഈസ്ട്രോജൻ ലെവൽ. നിങ്ങൾ ആ ഗ്രാഫ് നോക്കിയാൽ മതി. പ്രൊജസ്ട്രോൺ കൂടുമ്പോൾ ഈസ്ട്രോജൻ ഒന്ന് കുറയും. എന്നാൽ ഇത് FSH കുറയുന്നു, LH കുറയുന്നു, GnRH കുറയുന്നു. അപ്പോൾ ഈ ഒരു ഹോർമോൺ സീക്വൻസ് അറിയാമെങ്കിൽ ഇത് ആൻസർ ചെയ്യാം. The blood level of GnRH and gonadotropins remains the same throughout the menstrual cycle. Throughout menstrual cycle GnRHും FSHും LHും അളവ് ഒരുപോലെ അല്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇത് നോക്കിയാൽ അറിയാം, കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. മെൻസ്ട്രുവൽ സൈക്കിൾ ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓൾ ഫീമെയിൽ മാമൽസ്. അല്ല, മെൻസ്ട്രുവൽ സൈക്കിൾ ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫീമെയിൽ പ്രൈമേറ്റ്സ് ആണ്. പ്രൈമേറ്റ് മാമൽസിൽ മാത്രമേ ഉള്ളൂ. മങ്കീസ്, ഏപ്സ് ആൻഡ് ഹ്യൂമൻസ്. ബാക്കിയുള്ള നോൺ പ്രൈമേറ്റ് മാമൽസിൽ കാണുന്നത് ഈസ്ട്രസ് സൈക്കിളാണ്. ഈസ്ട്രസ് സൈക്കിളും മെൻസ്ട്രുവൽ സൈക്കിളും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറഞ്ഞാൽ ഈസ്ട്രസ് സൈക്കിളിലും മെൻസ്ട്രുവൽ സൈക്കിളിലും എൻഡോമെട്രിയം ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. പക്ഷേ മെൻസ്ട്രുവൽ സൈക്കിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് യൂട്ടറൈൻ ബ്ലീഡിങ്, വെറാസ് ഈസ്ട്രസ് സൈക്കിൾ ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ബ്ലീഡിങ്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇനി കോർപ്പസ് ലൂട്ടിയം പെർസിസ്റ്റ് ത്രൂ ഔട്ട് പ്രഗ്നൻസി ആൻഡ് പ്രൊഡ്യൂസ് പ്രൊജസ്റ്ററോൺ. കോർപ്പസ് ലൂട്ടിയം പ്രഗ്നൻസി ത്രൂ ഔട്ട് ഉണ്ടോ? ഇല്ല. എപ്പോഴാണ് കോർപ്പസ് ലൂട്ടിയം? പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഏകദേശം 40ഓളം ആഴ്ച വരും. 40 ആഴ്ചയാണ് 40 വീക്സ്. 40 വീക്സ് നീണ്ടു നിൽക്കുന്നതിൽ ആദ്യത്തെ 10 ആഴ്ച കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ്സ് പ്രൊജസ്റ്ററോൺ. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കോർപ്പസ് ലൂട്ടിയമാണ് പ്രൊജസ്റ്ററോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്റർ അവസാനിക്കാറാവുമ്പോൾ ഒരു 10 വീക്സ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്ന ജോലി ആരേറ്റെടുക്കും? പ്ലാസൻ്റയാണ്. അപ്പോൾ ആഫ്റ്റർ പ്ലാസൻ്റ ടേക്സ് അപ്പ് ദ ഫങ്ഷൻ. പ്ലാസൻ്റയാണ് ഇനി പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നു. സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിൽ പ്ലാസൻ്റയാണ് പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കോർപ്പസ് ലൂട്ടിയം പെർസിസ്റ്റ് ത്രൂ ഔട്ട് പ്രഗ്നൻസി അല്ല, കോർപ്പസ് ലൂട്ടിയം പെർസിസ്റ്റ് ഓൺലി അപ് ടു 10 വീക്സ് ഓഫ് പ്രഗ്നൻസി, അല്ലെങ്കിൽ ടുവേഴ്സ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇത് തെറ്റാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ഇതും തെറ്റാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. സൈക്ലിക് മെൻസ്ട്രുവേഷൻ എക്സ്റ്റെൻസ് ബിറ്റ്വീൻ മെനാർക്ക് ആൻഡ് മെനോപോസ്. അത് കറക്റ്റാണ്. ഫസ്റ്റ് മെൻസ്ട്രുവേഷനെ മെനാർക്ക് എന്ന് പറയുന്നു. ഫൈനൽ പെർമനൻറ്റ് സെസേഷൻ ഓഫ് മെൻസ്ട്രുവേഷനെ മെനോപോസ് എന്ന് പറയുന്നു. ഒരു ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം ഫെർട്ടൈൽ പീരിയഡ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് പീരിയഡ് എക്സ്റ്റെൻസ് ഫ്രം മെനാർക്ക് ടു മെനോപോസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ലാക്ക് ഓഫ് മെൻസ്ട്രുവേഷൻ മേ ബി ഇൻഡിക്കേറ്റീവ് ഓഫ് പ്രഗ്നൻസി. മെൻസ്ട്രുവേഷൻ നടന്നാൽ പ്രഗ്നൻസി ഇല്ല. അതുകൊണ്ട് ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവേഷൻ മേ ബി എന്നേ ഉള്ളൂ, ഷുവർ ഇൻഡിക്കേഷൻ അല്ല. നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ ലീഡ്സ് ടു പ്രഗ്നൻസി. എന്നാൽ ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ലീഡ്സ് ടു മെൻസ്ട്രുവേഷൻ. അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ മെൻസ്ട്രുവേഷൻ നടന്നില്ലെങ്കിൽ പ്രഗ്നൻസി ആണെന്ന് ഉറപ്പിക്കാനൊക്കത്തില്ല. പ്രഗ്നൻസി ആണോ എന്ന് ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് HCG ടെസ്റ്റ് ചെയ്യണം. ഓൺലി ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ ആൻഡ് ഓൺലി ഇൻ എ പ്രഗ്നൻറ്റ് വുമൺ ദി HCG ലെവൽ ഈസ് ഹൈ ഇൻ ദ ബ്ലഡ്. ദെർഫോർ ദി HCG ടെസ്റ്റ്, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ടെസ്റ്റ്, ഈസ് ദ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ പ്രഗ്നൻസി. അതുകൊണ്ട് ലാക്ക് ഓഫ് മെൻസ്ട്രുവേഷൻ ഈസ് മേ ബി എന്ന് പറഞ്ഞാൽ ശരിയാണ്. ആകുകയോ ആകാതിരിക്കുക പല കാരണങ്ങളാൽ menstruation can be deferred, or menstruation becomes absent, or it is postponed due to the physical conditions, due to the side effects of certain drugs, due to the mental conditions. ഇങ്ങനെ പല കാരണങ്ങളാൽ, due to certain diseases, പല കാരണങ്ങളാൽ മെൻസ്ട്രുവേഷൻ പോസ്റ്റ്പോൺ ചെയ്യപ്പെടാം, മെൻസ്ട്രുവേഷൻ ടോട്ടലി അറസ്റ്റഡ് ആകാം. എങ്കിലും ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവേഷൻ ഒരു ഷുവർ ഇൻഡിക്കേഷൻ അല്ല, മേ ബി എന്നേ പറയാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇതിൽ D and E only are correct.
At the time of ovulation, the female gamete, ഓവുലേഷൻ നടക്കുമ്പോൾ ഫീമെയിൽ ഗാമേറ്റിൻ്റെ അവസ്ഥ എന്താണ്? നമുക്ക് പറഞ്ഞു ഊജെനിസിസിലും ഇതുപോലെ 2 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനുണ്ട്, സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനുണ്ട്. അപ്പോൾ ഊജെനിസിസിൻ്റെ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനിൽ എന്താണ്? ഇതാണ് പ്രൈമറി ഊസൈറ്റ്. പ്രൈമറി ഊസൈറ്റ് ഡിവൈഡ് ചെയ്ത് 2 സെല്ലുകളുണ്ടാവും. ഒരു ലാർജ് സെൽ, അതിൻ്റെ പേരാണ് സെക്കൻഡറി ഊസൈറ്റ്. ഇതിൻ്റെ പേരാണ് ഫസ്റ്റ് പോളാർ ബോഡി. സൈറ്റോപ്ലാസ്മം കൂടുതലുള്ളത് സെക്കൻഡറി ഊസൈറ്റിനാണ്. അപ്പോൾ സെക്കൻഡറി ഊസൈറ്റിന് വീണ്ടും ഡിവൈഡ് ചെയ്യും. സെക്കൻഡറി ഊസൈറ്റ് ഡിവൈഡ് ചെയ്ത് ഒരു ഓവം അല്ലെങ്കിൽ ഊട്ടിഡ് ഉണ്ടാവും. ഓവം അല്ലെങ്കിൽ ഊട്ടിഡ്. കൂടാതെ ഒരു സെക്കൻഡ് പോളാർ ബോഡിയും ഉണ്ടാകണം. 2 പോളാർ ബോഡികളും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. ഇതാണ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ. ഓരോ മിയോട്ടിക് ഡിവിഷനും 4 സ്റ്റേജസ് ഉണ്ടെന്നറിയാം. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2. അപ്പോൾ സെക്കൻഡറി ഊസൈറ്റ് പ്രോഫേസും മെറ്റാഫേസും അനാഫേസും ടീലോഫേസും കഴിഞ്ഞാലേ ഓവമായിട്ടും സെക്കൻഡ് പോളാർ ബോഡിയുമായിട്ടും ഡിവൈഡ് ചെയ്യത്തുള്ളൂ. എന്നാൽ സെക്കൻഡറി ഊസൈറ്റ് അതിൻ്റെ ഫസ്റ്റ് മെറ്റാഫേസ്, സെക്കൻഡറി ഊസൈറ്റ് പ്രോഫേസ് പൂർത്തിയാക്കി മെറ്റാഫേസിൻ്റെ പകുതിയിലെത്തുമ്പോൾ ഊജെനിസിസ് ടെമ്പററിലി സ്റ്റോപ്സ്. ആ സമയത്ത് എന്ത് നടക്കും? ഓവുലേഷൻ നടക്കുന്നു. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ പൂർത്തിയാകാതെ തന്നെ സെക്കൻഡറി ഊസൈറ്റിനെ ഓവുലേഷന് വിധേയമാക്കുന്നു. അപ്പോൾ ഓവുലേഷൻ നടക്കുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യുന്നു, സെക്കൻഡറി ഊസൈറ്റ് റിലീസ് ചെയ്യുന്നു. ആ സെക്കൻഡറി ഊസൈറ്റ് ഫാലോപ്യൻ ട്യൂബിൽ ചെന്നിരിക്കുന്നു. ആ സമയത്ത് സെക്കൻഡറി ഊസൈറ്റ് അതിൻ്റെ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ പൂർത്തിയാക്കിയിട്ടില്ല, പാതി വഴിയിൽ എത്തിയിട്ടേ ഉള്ളൂ. ഇനി മുടങ്ങിക്കിടക്കുന്ന സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ പൂർത്തിയാകണമെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കണം. എന്ന് പറഞ്ഞാൽ അറ്റ് ദ ടൈം ഓഫ് ഓവുലേഷൻ ഫീമെയിൽ ഗാമേറ്റ് ഈസ് ഇൻ ദ സെക്കൻഡറി ഊസൈറ്റ് സ്റ്റേജ് arrested at metaphase 2. At the time of ovulation, female gamete is in the secondary oocyte stage arrested at metaphase 2. What triggers the completion of the second meiotic division? Sperm entry. Sperm entry and fertilization stimulates the secondary oocyte to complete its second meiotic division. ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ പൂർത്തിയാകാതെ തന്നെ ആ സെക്കൻഡറി ഊസൈറ്റ് ഡെഡ് ആയി പോകും. അപ്പോൾ അറ്റ് ദ ടൈം ഓഫ് ഓവുലേഷൻ ദ ഫീമെയിൽ ഗാമേറ്റ് ഈസ് ഇൻ ദ സെക്കൻഡറി ഊസൈറ്റ് സ്റ്റേജ് അറ്റ് മെറ്റാഫേസ് 2. സെക്കൻഡറി ഊസൈറ്റ് സ്റ്റേജിലാണ്. മെറ്റാഫേസ് 2 പകുതി പൂർത്തിയാക്കിയിട്ടുണ്ട്. What is common between spermatogenesis and oogenesis? സ്പെർമറ്റോജെനിസിസും ഊജെനിസിസും തമ്മിൽ ഒരുപാട് റിസംബ്ലൻസസും ഉണ്ട്, ഡിഫറൻസസും ഉണ്ട്. എന്താ കാരണം? ബോത്ത് ബിഗിൻസ് അറ്റ് ദി ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി. അത് തെറ്റാണ്. സ്പെർമറ്റോജെനിസിസ് ബിഗിൻസ് അറ്റ് ദി ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി, oogenesis begins in early embryonic life. അപ്പോൾ ഇത് തെറ്റാണ്. In both meiotic divisions are equal. സ്പെർമറ്റോജെനിസിസിൽ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനും സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനും ഈക്വൽ ഡിവിഷൻസ് ആണെങ്കിൽ ഊജെനിസിസ് അത് രണ്ടും അൺഈക്വൽ ആണ്. അതുകൊണ്ടാണ് ഒരു ലാർജ് സെക്കൻഡറി ഊസൈറ്റും ഒരു ചെറിയ പോളാർ ബോഡിയും ഉണ്ടാകുന്നത്. അതുകൊണ്ട് സ്പെർമറ്റോജെനിസിസിൽ ഈക്വൽ ഡിവിഷനാണ്, ഊജെനിസിസിൽ അൺഈക്വൽ ആണ്. ബോത്ത് ഇത് തെറ്റ്. ഇൻ ബോത്ത് ദ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ഇസ് എ റിഡക്ഷൻ ഡിവിഷൻ. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ സ്പെർമറ്റോജെനിസിസിലും റിഡക്ഷൻ ഡിവിഷനാണ്, ഊജെനിസിസിലും റിഡക്ഷൻ ഡിവിഷനാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ബോത്ത് സീസ് അറൗണ്ട് ഏജ് ഓഫ് 50. ഫീമെയിൽസിൽ ഏകദേശം ഒരു 50 വയസ്സിനോട് അടുക്കുമ്പോൾ ഊജെനിസിസ് പെർമനൻ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും. ആ സ്റ്റോപ്പേജ് ഓർ ടെർമിനേഷൻ ഓഫ് ഊജെനിസിസ് അറ്റ് അറൗണ്ട് ദി ഏജ് ഓഫ് 50 നമ്മൾ മെനോപോസ് എന്ന് വിളിക്കും. എന്നാൽ മെയിൽസിൽ സ്പെർമറ്റോജെനിസിസ് കണ്ടിന്യൂസ് ഈവൻ അറ്റ് ഓൾഡ് ഏജ്.
ഫീമെയിൽസിലെ മെനോപോസിന് തുല്യമായിട്ട് മെയിൽസിൽ ഒരു ആൻഡ്രോപോസ് എന്ന് പറഞ്ഞ ഒരു ഏജ് ലിമിറ്റ് ഇല്ല. ഇറ്റ് ക്യാൻ കണ്ടിന്യൂ ഈവൻ അറ്റ് ഓൾഡ് ഏജ്, ബട്ട് ദ ഓൺലി തിങ് ഇസ് ദാറ്റ് ദ സ്പേം കൗണ്ട് മേ ഡിക്രീസ്. അതുകൊണ്ട് രണ്ടിലുമില്ല, ഫീമെയിൽസ് ഓൺലി. Find the wrong pairing of phase and description with respect to menstrual cycle. നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. മെൻസ്ട്രുവൽ ഫേസിൽ ബ്രേക്ക് ഡൗൺ ഓഫ് എൻഡോമെട്രിയൽ ലൈനിങ്. മെൻസ്ട്രുവൽ ഫേസിൽ എൻഡോമെട്രിയം ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് മെൻസ്ട്രുവൽ ഫേസിൽ എൻഡോമെട്രിയം ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്? എൻഡോമെട്രിയം ബ്രേക്ക് ഡൗൺ ചെയ്യാതെ അത് നിലനിൽക്കണമെങ്കിൽ ബ്ലഡ് ലെവൽ ഓഫ് പ്രൊജസ്റ്ററോൺ ഹൈ ആയിരിക്കണം. Progesterone maintains the thickness of the endometrium throughout pregnancy. അതുകൊണ്ട് a fall in progesterone will lead to the breakdown of endometrium. So endometrial breakdown and subsequent uterine bleeding are caused by a sudden fall in the level of progesterone. അതുകൊണ്ട് menstrual phase-ൽ endometrium degenerate ചെയ്യുന്നു, ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അത് ശരിയാണ്. ഫോളിക്കുലാർ ഫേസിൽ റീജനറേഷനാണ് നടക്കുന്നത്, അതും കറക്റ്റാണ്. എൻഡോമെട്രിയത്തിന് മെൻസ്ട്രുവൽ ഫേസിൽ തിക്നെസ് കുറഞ്ഞു. അപ്പോൾ ഫോളിക്കുലാർ ഫേസ് ആരംഭിക്കുമ്പോൾ എൻഡോമെട്രിയം ഈസ് അറ്റ് ഇറ്റ്സ് തിന്നസ്റ്റ് സ്റ്റേറ്റിലാണ്. ഇനി ആ നഷ്ടപ്പെട്ട എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് വീണ്ടെടുക്കണം. എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് വീണ്ടെടുക്കാൻ സഹായിക്കുന്നത് ആരാണ്? ഈസ്ട്രോജനാണ്. അപ്പോൾ ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ആരാണ്? ഗ്രോയിങ് ഒവേറിയൻ ഫോളിക്കിൾസ് ആണ്. ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? FSH ആണ്. FSHൻ്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആരാണ്? GnRH ആണ്. അപ്പോൾ ഹൈപ്പോതലാമസിൻ്റെ GnRH ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അത് FSH പ്രൊഡ്യൂസ് ചെയ്യുന്നു. FSH സ്റ്റിമുലേറ്റ്സ് ഒവേറിയൻ ഫോളിക്കിൾസ് ഗ്രോത്ത്. ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഫോളിക്കിൾസ് ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈസ്ട്രോജൻ കോസസ് തിക്കനിങ് ഓഫ് എൻഡോമെട്രിയം. ഈസ്ട്രോജൻ എൻഡോമെട്രിയൽ സെൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ പ്രോത്സാഹിപ്പിക്കും. അത് മൈറ്റോസിസ്. ഈസ്ട്രോജൻ പ്രൊമോട്ട്സ് ആൻഡ് സ്റ്റിമുലേറ്റ്സ് ദ മൈറ്റോസിസ് ഓഫ് എൻഡോമെട്രിയൽ സെൽസ്. എൻഡോമെട്രിയൽ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് കൂടുന്നു. അത് പൂർവ്വസ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ തിക്നെസ് കൂടുന്നൊരവസ്ഥയിലേക്ക് മാറുന്നു. ദെർഫോർ ഈസ്ട്രോജൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രോലിഫറേഷൻ, മൈറ്റോസിസ് ആൻഡ് തിക്കനിങ് ഓഫ് ദി എൻഡോമെട്രിയം. എന്നാൽ ലൂട്ടിയൽ ഫേസിൽ പ്രൊജസ്റ്ററോൺ വരുന്നു. പ്രൊജസ്റ്ററോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊജസ്റ്ററോൺ ഈസ്ട്രോജൻ്റെ ഫലമായിട്ട് തിക്കൻ ചെയ്ത എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൂ. പ്രൊജസ്റ്ററോൺ ഒരിക്കലും എൻഡോമെട്രിയത്തിൻ്റെ മൈറ്റോസിസിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. പ്രത്യുത അത് അതിനെ ഇൻഹിബിറ്റ് ചെയ്യത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈസ്ട്രോജൻ മിറ്റോജനിക് എഫക്റ്റ് ഉണ്ടെങ്കിൽ പ്രൊജസ്റ്ററോൺ ആൻറ്റി മിറ്റോജനിക് എഫക്റ്റ് ഉണ്ട്, ആൻറ്റഗോണിസ്റ്റിക് ആണ്. പ്രൊജസ്റ്ററോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അത് മെയിൻറ്റെയിൻ ചെയ്യുക, എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യുക, എൻഡോമെട്രിയത്തിലേക്കുള്ള വാസ്കുലറൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഇംപ്ലാന്റേഷനെ സഹായിക്കുക, പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് ഈ പ്രൊജസ്ട്രോണിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ലൂട്ടിയൽ ഫേസ്, ഡെവലപ്മെൻറ്റ് ഓഫ് കോർപ്പസ് ലൂട്ടിയം ആൻഡ് സെക്രീഷൻ ഓഫ് പ്രൊജസ്ട്രോൺ. ലൂട്ടിയൽ ഫേസ് തുടങ്ങുമ്പോൾ റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിളിൽ ഒരു യെല്ലോ ടിഷ്യൂ അല്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം ഡെവലപ്പ് ചെയ്യുന്നു. കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നു. ശരിയാണ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കുമല്ലോ തെറ്റ്. സെക്രീറ്ററി ഫേസ്. സെക്രീറ്ററി ഫേസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ലൂട്ടിയൽ ഫേസിനെയാണ് സെക്രീറ്ററി ഫേസ് എന്ന് പറഞ്ഞത്. ലൂട്ടിയൽ ഫേസിൻ്റെ മറ്റൊരു പേരാണ് സെക്രീറ്ററി ഫേസ് ഓർ സെക്രീറ്ററി ഫേസ്. ലൂട്ടിയൽ ഫേസ് എന്ന് പറയുമ്പോൾ കോർപ്പസ് ലൂട്ടിയം ഓവറിയിൽ ഡെവലപ്പ് ചെയ്യുന്നു. സെക്രീറ്ററി ഫേസ് എന്ന് പറയുമ്പോൾ കോർപ്പസ് ലൂട്ടിയം ഓവറിയിൽ ഡെവലപ്പ് ചെയ്തു, അത് പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്ന സമയത്ത് എൻഡോമെട്രിയത്തിൽ എന്ത് സംഭവിക്കുന്നു? എൻഡോമെട്രിയത്തിൽ ധാരാളം മ്യൂക്കസ് ഗ്ലാൻഡുകളുണ്ട്. ഫോളിക്കുലാർ ഫേസിൽ ആ മ്യൂക്കസ് ഗ്ലാൻഡുകൾ ഏറെക്കുറെ സൈലൻ്റാണ്, അതിന് ഫങ്ഷൻ ചെയ്യുന്നില്ല. എന്നാൽ മ്യൂക്കസ് ഗ്ലാൻഡുകൾ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യണമെങ്കിൽ പ്രൊജസ്ട്രോണിൻ്റെ സ്റ്റിമുലസ് വേണം. സോ ഡ്യൂറിങ് ദ ലൂട്ടിയൽ ഫേസ് പ്രൊജസ്ട്രോൺ സ്റ്റിമുലേറ്റ്സ് ദി എൻഡോമെട്രിയൽ ഗ്ലാൻഡ്സ് ടു സെക്രീറ്റ് മ്യൂക്കസ്.
സോ സെക്രീറ്ററി ഫേസിൽ പ്രൊജസ്റ്ററോൺ സ്റ്റിമുലേറ്റ്സ് മ്യൂക്കസ് സെക്രീഷൻ. ഈ മ്യൂക്കസ് സെക്രീഷൻ നടന്നാലേ ഇംപ്ലാന്റേഷൻ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ലൂട്ടിയൽ ഫേസിൽ ഓവറിയിൽ കോർപ്പസ് ലൂട്ടിയം ഡെവലപ്പ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എൻഡോമെട്രിയത്തിൽ മ്യൂക്കസ് സെക്രീഷൻ നടക്കുന്നു. അതുകൊണ്ടാണ് അതിനെ സെക്രീറ്ററി ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്രീറ്ററി ഫേസ് ഈസ് അനദർ നെയിം ഫോർ ലൂട്ടിയൽ ഫേസ്. സെക്രീഷൻ ഓഫ് FSH ആൻഡ് LH അല്ല, സെക്രീഷൻ ഓഫ് മ്യൂക്കസ് ആണ്. സെക്രീറ്ററി ഫേസിൽ സെക്രീഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് മ്യൂക്കസ് എന്ന് പറയണം. എൻഡോമെട്രിയം ഒരു ഗ്ലാൻഡുലാർ ലെയർ ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. എൻഡോമെട്രിയം ഒരു ഗ്ലാൻഡുലാർ ലെയർ ആണ്. എൻഡോമെട്രിയത്തിൽ മ്യൂക്കസ് ഗ്ലാൻഡുകളുണ്ട്. ആ മ്യൂക്കസ് ഗ്ലാൻഡുകളുടെ മ്യൂക്കസ് പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊജസ്ട്രോണാണ്. അതുകൊണ്ടാണ് കോൺട്രാസെപ്റ്റീവ് പിൽസ് കഴിക്കുമ്പോൾ കൃത്രിമമായിട്ട് ബ്ലഡിൽ പ്രൊജസ്ട്രോൺ ലെവൽ കൂടും. അപ്പോൾ ഓറൽ പിൽസൊക്കെ എന്താണ് ചെയ്യുന്നത്? ഓറൽ പിൽസിനകത്തുള്ള പ്രൊജസ്റ്ററോൺ എൻഡോമെട്രിയത്തിലെ മ്യൂക്കസ് ഗ്ലാൻഡുകളെ കൊണ്ട് കൂടുതൽ കട്ടിയുള്ള മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യിക്കും. ആ കട്ടിയുള്ള മ്യൂക്കസ് സെർവിക്സിൽ വന്ന് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ സ്പേംസ് കനോട്ട് എൻ്റർ ഇൻ ടു ദ യൂട്രസ്. അതാണ് കട്ടിയുള്ള സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകാനുള്ള കാരണം. ദാറ്റ് പ്രിവെൻറ്റ്സ് ഫെർട്ടിലൈസേഷൻ ബൈ ദി റിട്ടാർഡേഷൻ ഓഫ് എൻട്രി ഓഫ് സ്പേംസ് ഇൻ ടു ദ യൂട്രസ്. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. Assertion reason. During pregnancy, all events of the menstrual cycle stop and there is no menstruation. പ്രഗ്നൻസിയിൽ മെൻസ്ട്രുവേഷൻ നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് പ്രഗ്നൻസി പീരീഡിൽ മെൻസ്ട്രുവേഷൻ നടക്കാത്തത്? പ്രഗ്നൻസി പീരീഡിൽ മെൻസ്ട്രുവേഷൻ നടക്കാത്തതിൻ്റെ കാര്യം, പ്രഗ്നൻസി പീരീഡിൽ there is a high level of estrogen and progesterone. ഹൈ ലെവൽ ഓഫ് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്ത് ചെയ്യുന്നു? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ FSH ആൻഡ് LH സെക്രീഷനെ സപ്രസ് ചെയ്യും. സോ ഹൈ ലെവൽ ഓഫ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ഡ്യൂറിങ് പ്രഗ്നൻസി സപ്രസസ് ദ റിലീസ് ഓഫ് ഗൊണാഡോട്രോപ്പിൻസ് ഫ്രം ദി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗൊണാഡോട്രോപ്പിൻസ് പ്രൊഡ്യൂസ് ചെയ്താലല്ലേ മെൻസ്ട്രുവൽ സൈക്കിൾസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാനൊക്കത്തുള്ളൂ. ദെർഫോർ ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവേഷൻ ഓർ മെൻസ്ട്രുവൽ സൈക്കിൾസ് ഡ്യൂറിങ് പ്രഗ്നൻസി is due to the lack of production of gonadotropins because of high level of estrogen and progesterone. അപ്പോൾ ആൻസർ, ഹൈ ലെവൽ ഓഫ് പ്രൊജസ്റ്ററോൺ ആൻഡ് ഈസ്ട്രോജൻ ഡ്യൂറിങ് പ്രഗ്നൻസി ഇൻഹിബിറ്റ്സ് FSH ആൻഡ് LH റിലീസ് ഫ്രം ദി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. അപ്പോൾ അസർഷനും ശരിയാണ്, റീസണും ശരിയാണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. പ്രൊജസ്ട്രോൺ ലെവൽ പ്രത്യേകിച്ചും ബ്ലഡിൽ പ്രൊജസ്ട്രോൺ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കത്തില്ല. ഓറൽ പിൽസും എന്താണ് ചെയ്യുന്നത്? ഓറൽ പിൽസ് പ്രിവെൻറ്റ് ഓവുലേഷൻ. ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് കഴിക്കുമ്പോൾ ഓവുലേഷൻ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ഓറൽ പിൽസ് കഴിക്കുമ്പോൾ ഹൈ ലെവൽ ഓഫ് പ്രൊജസ്ട്രോൺ കൃത്രിമമായിട്ട് സൃഷ്ടിക്കുന്നു. ഹൈ ലെവൽ ഓഫ് പ്രൊജസ്ട്രോൺ ഇൻഹിബിറ്റ്സ് ഓവുലേഷൻ. ബിക്കോസ് ഓഫ് LH സർജ് എത്തുന്നില്ല, ഗൊണാഡോട്രോപ്പിൻ പ്രൊഡക്ഷൻ ഇല്ല. ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ഫുള്ളി ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സ് ഫോളോയിങ് പാർട്ട്നർഷിപ്പ്. ഇത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ വരുന്ന ചോദ്യങ്ങളാണ്. ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ഫുള്ളി ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സ്. ആബ്സെൻസ് ഓഫ് ടെമ്പററി ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവേഷനെ നമ്മൾ അമെനോറിയ എന്ന് പറയും. അമെനോറിയ ഈസ് എ ടെമ്പററി ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവേഷൻ. അപ്പോൾ ലാക്ടേഷൻ പീരീഡിൽ ഫോളോയിങ് ദ ചൈൽഡ് ബർത്ത് ഏകദേശം ഒരു 6 മാസക്കാലത്തോളം മദർ ലാക്ടേഷനിലാണ്. അതുകൊണ്ട് ഫുള്ളി ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിൽ, നഴ്സിംഗ് മദേഴ്സിൽ മെൻസ്ട്രുവൽ സൈക്കിൾസ് സാധാരണ നടക്കാറില്ല. ദെർഫോർ ദിസ് ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവേഷൻ ഇൻ ഫുള്ളി ബ്രസ്റ്റ് ഫീഡിംഗ് ലാക്ടേറ്റിംഗ് മദേഴ്സ് എന്തുകൊണ്ടാണ്? അതിനെ നമ്മൾ ലാക്ടേഷണൽ അമെനോറിയ എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ലാക്ടേഷണൽ അമെനോറിയ. ലാക്ടേഷണൽ അമെനോറിയ പീരിയഡ് ദർ ഇസ് നോ ഓവുലേഷൻ. എന്താ കാര്യം? നേരത്തെ പറഞ്ഞു, ആ സമയത്ത് മദറിൻ്റെ ബ്ലഡിൽ ഹൈ ലാക്ടേഷൻ പീരീഡിൽ പ്രൊലാക്റ്റിൻ ലെവൽ കൂടുതലാണ്. പ്രൊലാക്റ്റിൻ ഹൈ. പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെപ്റ്റൈഡ് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ദാറ്റ് സ്റ്റിമുലേറ്റ്സ് മിൽക്ക് പ്രൊഡക്ഷൻ ഓർ ലാക്ടേഷൻ. അപ്പം നഴ്സിംഗ് മദേഴ്സിൽ, ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിൽ ലാക്ടേഷൻ പീരീഡിൽ
പ്രൊലാക്റ്റിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും ബ്ലഡിൽ. പ്രൊലാക്റ്റിൻ എന്ത് ചെയ്യുന്നു? പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റ്സ് LH പ്രൊഡക്ഷൻ. LH പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ നോ ഓവുലേഷൻ. ഓവുലേഷൻ ഇല്ലെങ്കിൽ നോ മെൻസ്ട്രുവേഷൻ. Therefore, during lactation and amenorrhea, there is no ovulation because there is no LH release, sufficient LH release, because the production of LH is inhibited by high level of prolactin. അപ്പോൾ അതിനെ ലാക്ടേഷൻ അമെനോറിയ. പീരിയോഡിക് എബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് കോയിറ്റസ് ബിറ്റ്വീൻ ദ 7th and 15th ഡേ ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ, അല്ലെങ്കിൽ ആ ഒരു പീരീഡിലാണ്. കോയിറ്റസ് ഇൻട്രപ്റ്റസ് എന്ന് പറഞ്ഞാൽ വിഡ്രോവൽ ഓഫ് ദ പിനീസ് ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ ആണ്. ഡിസ്മെനോറിയ എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ മെൻസ്ട്രുവേഷൻസിനെയൊക്കെ അങ്ങനെ വിളിക്കാം. വാട്ട് ഈസ് നോട്ട് എ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഓറൽ പിൽസ്? ഓറൽ പിൽസിനകത്ത് പ്രൊജസ്റ്ററോൺ ഉണ്ട്. പ്രൊജസ്റ്ററോൺ മാത്രമുള്ള പിൽസുണ്ട്. പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ കോമ്പിനേഷൻ പിൽസും ഉണ്ട്. പ്രൊജസ്ട്രോൺ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മളതിനെ മിനി പിൽസ് എന്ന് വിളിക്കും. പ്രൊജസ്ട്രോണും ഈസ്ട്രോജനും ഉണ്ടെങ്കിൽ കോമ്പിനേഷൻ പിൽസ് എന്ന് പറഞ്ഞു. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് പ്രൊജസ്ട്രോൺ ആണ്. അപ്പോൾ എന്താണ് ഇറ്റ് സപ്രസ് വിച്ച് ഇസ് നോട്ട് എ മെക്കാനിസം എന്നാണ്. നോട്ട് എ മെക്കാനിസം. ഇറ്റ് സപ്രസസ് ദ സെക്രീഷൻ ഓഫ് ഗൊണാഡോട്രോപ്പിൻസ്. കറക്റ്റാണ്, കറക്റ്റ്. സപ്രസസ് ഓവുലേഷൻ, അത് കറക്റ്റാണ്. തിക്കൻ ദ സെർവിക്കൽ മ്യൂക്കസ്, അതും കറക്റ്റാണ്. പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടുമ്പോൾ കട്ടിയുള്ള മ്യൂക്കസ് ഉണ്ടാവും, അത് സെർവിക്സിനെ വന്ന് ബ്ലോക്ക് ചെയ്യും. എന്നാൽ കോസസ് പ്രോലിഫറേഷൻ ആൻഡ് തിക്കനിങ് ഓഫ് എൻഡോമെട്രിയം ഇല്ല. ഇറ്റ് വിൽ നോട്ട് കോസ്. ഓറൽ പിൽസ് കഴിക്കുമ്പോൾ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് കാര്യമായിട്ട് കൂടുന്നില്ല. എന്തുകൊണ്ട്? ആ സമയത്ത് പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടുതലാണ്. പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈസ്ട്രോജൻ്റെ എഫക്റ്റ് അവിടെ കുറയും. ഫോളിക്കുലർ ഫേസ് എന്നൊരു ഫേസ് അവിടെ നടക്കുന്നില്ല. അങ്ങനെ ഫോളിക്കുലർ ഫേസ് എന്നൊരു ഫേസ് നടക്കാത്തത് കൊണ്ട് എൻഡോമെട്രിയം അവിടെ കാര്യമായിട്ട് തിക്കൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഓറൽ പിൽസ് കഴിക്കുമ്പോൾ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് മിനിമത്തിൽ വന്ന് നിൽക്കുകയാണ്. ആ തിക്നെസ് കുറവുള്ള എൻഡോമെട്രിയത്തിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഓറൽ പിൽസ് 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓറൽ പിൽസ് പ്രിവെൻറ്റ് ഫെർട്ടിലൈസേഷൻ, ഓവുലേഷൻ, ഇംപ്ലാന്റേഷൻ. ഇത് 3ഉം പ്രിവെൻറ്റ് ചെയ്യും. ഫെർട്ടിലൈസേഷൻ നടക്കാതെ എന്തുകൊണ്ടാണ്? സ്പേംസിന് വജൈനയിൽ നിന്ന് സെർവിക്സ് വഴി യൂട്രസിലേക്ക് പ്രവേശിക്കാനൊക്കത്തില്ല. കാരണം സെർവിക്സിൽ മ്യൂക്കസ് വന്ന് നിറഞ്ഞിരിക്കുന്നു. രണ്ടാമത് ഓവുലേഷൻ നടക്കാത്തത് എന്തുകൊണ്ടാണ്? LH സർജ് എത്തുന്നില്ല. ഇംപ്ലാന്റേഷൻ നടക്കാത്തത് എന്തുകൊണ്ടാണ്? എൻഡോമെട്രിയം തിക്കനാകുന്നില്ല. അപ്പോൾ ഓറൽ പിൽസ് ഒരു 21 ദിവസം ഓറൽ പിൽസ് കഴിക്കുന്നു, പിന്നെ ഒരു 7 ദിവസത്തെ ഗ്യാപ്പ്. ആ 7 ദിവസത്തെ ഗ്യാപ്പ് പീരീഡിൽ മെൻസ്ട്രുവേഷൻ നടക്കും. പക്ഷേ ഓറൽ പിൽസ് കഴിക്കുമ്പോൾ മെൻസ്ട്രുവൽ ബ്ലീഡിങ് വളരെ കുറവായിരിക്കും. എന്തുകൊണ്ടാണ്? എൻഡോമെട്രിയം അവിടെ കാര്യമായിട്ട് തിക്കൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എക്സസീവ് യൂട്രൈൻ ബ്ലീഡിങ്ങിൻ്റെ ട്രീറ്റ്മെൻറ്റിനും ഓറൽ പിൽസ് ഉപയോഗിക്കാം. ഓറൽ പിൽസ് കോൺട്രാസെപ്റ്റീവ്സ് മാത്രമായിട്ടല്ല ഉപയോഗിക്കുന്നത്, മറ്റു പല ട്രീറ്റ്മെൻറ്റുകൾക്കും ഓറൽ പിൽസ് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഇറ്റ് കോസസ് പ്രോലിഫറേഷൻ ആൻഡ് തിക്കനിങ്. തെറ്റ്. ഇറ്റ് വിൽ നോട്ട് കോസ് പ്രോലിഫറേഷൻ ആൻഡ് തിക്കനിങ് ഓഫ് എൻഡോമെട്രിയം. Which among the following does not have an explosive impact on growth of population? ഇന്ന് നമ്മുടെ ഇന്ത്യയിലും മറ്റ് പല ലോകത്താകമാനം കാണുന്നതാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. എന്താണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡ്രമാറ്റിക് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ സൈസ് ഓവർ എ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം. ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പോപ്പുലേഷൻ വളരെയധികം വർദ്ധിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 350 മില്യൺ ആയിരുന്നു. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഏകദേശം ഒരു 50 വർഷം കഴിഞ്ഞപ്പോൾ അത് 1000 മില്യൺ അല്ലെങ്കിൽ 1 ബില്യൺ ആയി തീർന്നു. 35 കോടി ജനങ്ങൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 100 കോടി ജനങ്ങളായി. ഇപ്പോൾ 145 കോടി ജനങ്ങളായി. ഒരു 50, 60, 70 വർഷം കൊണ്ട് ഇന്ത്യയുടെ പോപ്പുലേഷൻ 3 ഇരട്ടിയും 4 ഇരട്ടിയുമായിട്ട് വർദ്ധിച്ചു. ദിസ് ഡ്രമാറ്റിക് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ സൈസ് ഓവർ എ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈമിനെയാണ്
പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. എന്തുകൊണ്ടാണ് ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടക്കുന്നത്? ഒന്നാമത്, ഡെത്ത് റേറ്റ് ഒരുപാട് കുറഞ്ഞു. ഓൾഡ് ഏജ് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടി, ആളുകളുടെ ലോഞ്ചവിറ്റി കൂടി മെഡിക്കൽ ടെക്നോളജി കൊണ്ട്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണനിരക്ക് ഗണ്യമായിട്ട് കുറഞ്ഞു. മറ്റേർണൽ മോർട്ടാലിറ്റി റേറ്റ് ഗണ്യമായിട്ട് കുറഞ്ഞു. സോ ഡിക്രീസ് ഇൻ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ഡിക്രീസ് ഇൻ മറ്റേർണൽ മോർട്ടാലിറ്റി റേറ്റ്, ഡിക്രീസ് ഇൻ ഓവറോൾ ഡെത്ത് റേറ്റ്, ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് പീപ്പിൾ ഓഫ് റീപ്രൊഡക്റ്റീവ് ഏജ്. ഇതെല്ലാമാണ് അഡ്വാൻസ്മെൻറ്റ് ഇൻ മെഡിക്കൽ സയൻസ് കൊണ്ട് ആളുകളുടെ മരണനിരക്ക് കുറഞ്ഞു, ലോഞ്ചവിറ്റി കൂടി, മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞു. ഇതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ വിച്ച് among the following does not have rapid decline in the death rate? ഇത് കറക്റ്റാണ്. ഇൻക്രീസ്ഡ് യൂസ് ഓഫ് വൈഡ് റേഞ്ച് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉപയോഗിച്ചാൽ പോപ്പുലേഷൻ കൂടുകയല്ല ചെയ്യുന്നത്, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉപയോഗിച്ചാൽ പോപ്പുലേഷൻ കുറയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്താണ്? കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിവെൻറ്റ് കൺസെപ്ഷൻ. കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് പ്രഗ്നൻറ്റ്. ഗെറ്റിംഗ് പ്രഗ്നൻറ്റിനാണ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്. ആ കൺസെപ്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനെ കോൺട്രാസെപ്ഷൻ. എനി മെത്തേഡ് ദാറ്റ് പ്രിവെൻറ്റ്സ് പ്രഗ്നൻസി ഈസ് എ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ജനന നിരക്ക് കുറഞ്ഞു. ദ ഓൺലി മീൻസ് ടു ചെക്ക് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഈസ് ബർത്ത് കൺട്രോൾ. വേറെ ഒരു മീൻസും ഇല്ല. ബർത്ത് കൺട്രോൾ ഈസ് ദ ഓൺലി മീൻസ് ടു ചെക്ക് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. അത് ഓൺലി ത്രൂ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. അപ്പോൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ പ്രിവെൻറ്റ് ചെയ്യത്തേ ഉള്ളൂ. അതാണ് ആൻസർ. ഇൻക്രീസ് ഇൻ ദ ലൈഫ് എക്സ്പെക്റ്റൻസി, ഇതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞാണ്. അതുകൊണ്ട് ഇൻക്രീസ്ഡ് യൂസ് ഓഫ് വൈഡ് റേഞ്ച് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പോപ്പുലേഷൻ ഗ്രോത്തിനെ സപ്രസ് ചെയ്യത്തേ ഉള്ളൂ. Under which conditions it does not legal to MTP to per 12 weeks of pregnancy? Medical termination of pregnancy. Medical termination of pregnancy എന്ന് പറയുന്നതാണ്, it is the voluntary or induced abortion before full term. എംബ്രിയോയുടെ വളർച്ച പൂർത്തിയാകുന്നതിന് മുമ്പ് അതിനെ വോളണ്ടറി ആയിട്ട് ആ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുക. സോ MTP ഈസ് voluntary termination of pregnancy with the help of medical aid. ഒരു ഫിസിഷ്യൻ്റെ ഉപയോഗിച്ച് സ്വയം ചെയ്യുന്നതല്ല, with the help of an experienced ഫിസിഷ്യൻ ആ ടെർമിനേഷൻ പ്രഗ്നൻസിയെ ടെർമിനേറ്റ് ചെയ്യും. അതിന് ഏറ്റവും പറ്റിയ സമയം ഫസ്റ്റ് ട്രൈമസ്റ്റർ തന്നെയാണ്. കാരണം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ 12 ആഴ്ച ആകുന്നത് വരെ നമ്മൾ എംബ്രിയോ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞാലോ ഫീറ്റസ് എന്ന് വിളിക്കും. സോ ഡ്യൂറിങ് ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ അതൊരു എംബ്രിയോയാണ്. ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ദ മോസ്റ്റ് അഡ്വൈസബിൾ ടൈം ഓർ ദ സേഫസ്റ്റ് ടൈം ഫോർ MTP ഫസ്റ്റ് ട്രൈമസ്റ്ററാണ്. അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞാൽ MTP കുറച്ചുകൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് സർജറിയാണ്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ MTP നടത്താൻ ഒരു ഫിസിഷ്യൻ്റെ ഒപ്പീനിയൻ മതി. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ MTP നടത്തണമെങ്കിൽ 2 ഫിസിഷ്യൻസിൻ്റെ ഒപ്പീനിയൻ വേണം. തേർഡ് ട്രൈമസ്റ്ററിൽ MTP സാധാരണ നടത്താറില്ല. നടത്തണമെങ്കിൽ യു ഹാവ് ടു അപ്രോച്ച് എ കോർട്ട് ഓഫ് ലോ. അത് ലീഗലായിട്ട് പിന്നെ പ്രൊസീഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അണ്ടർ വിച്ച് കണ്ടീഷനിലാണ്, ഏതൊക്കെ കണ്ടീഷൻസിലാണ് MTP ചെയ്യുന്നത്? 1, പൂവർ ഹെൽത്ത് ഓഫ് ദ മദറിന് പ്രഗ്നൻസി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ആരോഗ്യമില്ല. 2, അബ്നോർമാലിറ്റി ഓഫ് ദ ഫീറ്റസ്, ഗർഭസ്ഥ ശിശുവിന് എന്തൊക്കെയോ വൈകല്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി പ്രീനേറ്റൽ ഡയഗ്നോസിസ് വഴി വൈകല്യങ്ങൾ, ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാകാനുണ്ട്, സിൻഡ്രംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ബേബി അബ്നോർമലാണ്. സോ ഫീറ്റൽ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് അനുവദിക്കും. പൂവർ ഹെൽത്ത് ഓഫ് ദ മദർ ആണെങ്കിൽ അത് അനുവദിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ വിക്ടിംസ് ഓഫ് റേപ്പ് ആണെങ്കിൽ പോലും അത് അനുവദിക്കും. അപ്പോൾ വെൻ ദ കണ്ടിന്യൂവേഷൻ ഓഫ് പ്രഗ്നൻസി ഈസ് ഡേഞ്ചറസ് ഫോർ ദ മദർ, ഇത് നോട്ടെന്നാണ് ഇപ്പം ചോദിച്ചിരിക്കുന്നത്. കണ്ടിന്യൂസ് മദറിൻ്റെ ആരോഗ്യത്തിന് അത് ഡേഞ്ചറസ് ആണ്, അനുവദിക്കും. വെൻ ദ ഫീറ്റസ് ഹാപ്പൻസ് ടു ബി എ ഫീമെയിൽ വിത്ത് നോ അപ്പൻഡിഫർ, എന്നാൽ ജനിക്കാൻ പോകുന്ന കുട്ടി ഒരു ഫീമെയിലാണ്, ആരോഗ്യമുള്ള ഒരു ഫീമെയിലാണ്, അതുകൊണ്ട് അതിൻ്റെ ടെർമിനേഷൻ പാടില്ല.
Therefore, MTP is not allowed if the baby is a female. ഫീമെയിൽ ഫീറ്റിസൈഡിന് വേണ്ടി MTP മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഫീമെയിൽ ബേബിക്ക് അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ ഓക്കെ MTP ചെയ്യാം. എന്നാൽ ഫീമെയിൽ ബേബിക്ക് യാതൊരു അബ്നോർമാലിറ്റി ഇല്ല, അത് പെർഫെക്റ്റ്ലി ഹെൽത്തി ആണെന്ന് കണ്ടാൽ MTP ഒരിക്കലും അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ MTP is not allowed when the fetus happens to be a female with no apparent defects. റേപ്പ് ആണെങ്കിൽ പറ്റും, ക്രോമസോമൽ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിലും പറ്റും. MTP ചെയ്തു എന്നുള്ളത് കൊണ്ട് ആ ഫീമെയിൽ സ്റ്റെറൈലായി പോകത്തില്ല. MTP will not make the female sterile. She can become pregnant again. അതൊരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ് അല്ല, അതൊരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡും അല്ല. MTP is done to terminate unwanted pregnancy. What is the prerequisite of gift? എന്താണ് ഗാമേറ്റ് ഇൻട്രാഫാലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ? ഒരു ഫീമെയിലിന് പ്രഗ്നൻസി അല്ലെങ്കിൽ കൺസെപ്ഷൻ ഉണ്ടാകുന്നില്ല. അവരെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഫാലോപ്പിയൻ ട്യൂബിന് കുഴപ്പങ്ങളൊന്നുമില്ല, അവിടെ വേണമെങ്കിൽ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള എൻവയൺമെൻറ്റ് ഉണ്ട്. എൻഡോമെട്രിയം ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ, ഇംപ്ലാന്റേഷൻ നടക്കാം, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പ്രശ്നം എന്താണ്? യുവർ ഓവറി ഈസ് നോട്ട് പ്രൊഡ്യൂസിങ് ആൻ ഓവം. നിങ്ങൾക്ക് ഓവം പ്രൊഡക്ഷൻ നടക്കുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം? ഒരു സ്യൂട്ടബിൾ ഡോണറിൽ നിന്ന് ഒരു ഓവം സ്വീകരിക്കുകയാണെങ്കിൽ ആ ഓവത്തെ സ്പേംസുമായിട്ട് മിക്സ് ചെയ്ത് ഫാലോപ്യൻ ട്യൂബിൽ കൊണ്ട് ഇംപ്ലാന്റ് ചെയ്യാം, ഫാലോപ്യൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒരു സ്യൂട്ടബിൾ ഡോണറിൽ നിന്ന് ഒരു ഓവം സ്വീകരിച്ചതിന് ശേഷം ആ ഓവത്തെ സ്പേംസുമായിട്ട് മിക്സ് ചെയ്ത് ഡോക്ടർ അവരുടെ ഫാലോപ്യൻ ട്യൂബിൽ നിക്ഷേപിക്കുന്നു. അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഇൻവിട്രോ അല്ല, ഇൻ വൈവോയാണ്, നാച്ചുറലാണ്. അപ്പോൾ ആ സ്ത്രീ പ്രഗ്നൻ്റായി ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ ജനറ്റിക് മദർ എന്ന് പറയുന്നത് ആരാണ്? പ്രസവിച്ച സ്ത്രീയല്ല ജനറ്റിക് മദർ, ഓവം ഡോണറാണ്. അപ്പോൾ ഒരു ഗിഫ്റ്റ് നടക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഫാലോപ്യൻ ട്യൂബെങ്കിലും ഓക്കെ ആയിരിക്കണം. 2 ഫാലോപ്യൻ ട്യൂബും ഇല്ലെങ്കിൽ ഗിഫ്റ്റ് നടക്കാൻ ഒക്കത്തില്ല. ഗിഫ്റ്റ് നടത്തണമെങ്കിൽ ഒരു ഹെൽത്തി ഫാലോപ്യൻ ട്യൂബ് എങ്കിലും ഉണ്ടായിരിക്കും. സോ ദ പ്രീ റിക്വസിറ്റ് ഫോർ ഗിഫ്റ്റ് ഈസ് എ പെർഫെക്റ്റ്ലി ഹെൽത്തി ഫാലോപ്യൻ ട്യൂബാണ്. ഗ്യാമേറ്റ് ഫോർമേഷൻ ഷുഡ് ബി നോർമൽ. ഗ്യാമേറ്റ് ഫോർമേഷൻ നടക്കാത്തത് കൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ ഇതല്ല. ഫാലോപ്യൻ ഷുഡ് ബി, ഇത് മതി, ഫാലോപ്യൻ ട്യൂബ് നോർമൽ ആയിരിക്കണം. ഓവുലേഷൻ ഷുഡ് ടേക്ക് പ്ലേസ്. ഓവുലേഷൻ നടക്കാത്തത് കൊണ്ടാണല്ലോ ഇത് ചെയ്യുന്നത്, അപ്പോൾ അതല്ല. മെയിൽ ഷുഡ് ബി ഏബിൾ ടു കോപ്പുലേറ്റ് ദ ഫീമെയിൽ. അതുമല്ല, കോപ്പുലേഷൻ നടക്കാത്തത് കൊണ്ടുമല്ല, കാരണം ഓവുലേഷൻ ഇല്ലാത്ത അല്ല, ഓവം പ്രൊഡക്ഷൻ ഇല്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 ഫാലോപ്യൻ ട്യൂബും വേണമെന്ന് നിർബന്ധമില്ല. അറ്റ്ലീസ്റ്റ് 1 ഹെൽത്തി ഫാലോപ്യൻ ട്യൂബ് എങ്കിലും ഉണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഇൻവൈവോ ആയിട്ട് നടക്കാം, ഗിഫ്റ്റ് സക്സസ്ഫുൾ ആകാൻ സാധ്യതയുണ്ട്. ഗിഫ്റ്റ് എന്ന് പറയുന്ന അവിടെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഇല്ല, അതൊരു ടെസ്റ്റ് ട്യൂബ് ബേബിയുമല്ല, ടെസ്റ്റ് ട്യൂബ് ബേബി ഇല്ല, കാരണം അത് നോർമൽ ഇൻവൈവോ ഫെർട്ടിലൈസേഷനാണ്. ബട്ട് ഓൺലി തിങ് ഇസ് ദാറ്റ് ആ കുട്ടിയെ പ്രസവിക്കുന്ന മദർ ഒരു സൊറഗേറ്റ് മദറാണ്. ആ കുട്ടിയുടെ ജനറ്റിക് മദർ ഓവം ഡോണറാണ്. Assertion: Saheli, the new oral contraceptive for the females, contains a steroidal preparation. It is a once a week pill with very few side effects. ഓറൽ പിൽസ് എന്ന് പറയുന്നത് വളരെയധികം നമ്മുടെ അർബൻ ഏരിയാസിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് ഓറൽ പിൽസ്. ഈ ഓറൽ പിൽസിനകത്ത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒക്കെ ഉണ്ട്. ഈസ്ട്രോജൻ എന്നും പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന സ്റ്റിറോയിഡൽ ഹോർമോൺ, സ്റ്റിറോയിഡ്സ് ആണ്. ഈ ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് ഓഫ് സ്റ്റിറോയിഡ്സ്, ആവശ്യത്തിൽ കൂടുതൽ ഈ ഓറൽ പിൽസ് ഉപയോഗിക്കുന്ന സ്ത്രീകളിൽ ദർ ഇസ് എ റെയർ ചാൻസ് ഓഫ് ക്യാൻസർ വരാനൊരു സാധ്യതയുണ്ട്. ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. പൊതുവേ പറഞ്ഞാൽ സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത് ഇമ്മ്യൂണോ സപ്രസൻസ് ആണ്. സ്റ്റിറോയിഡ്സിനൊരു ചെറിയ കാർസിനോജനിക് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ വളരെ റിമോട്ട് ചാൻസ് ഓഫ് ക്യാൻസറുകൾ, പ്രത്യേകിച്ചും ബ്രസ്റ്റ് ക്യാൻസറൊക്കെ വരാനുള്ള, സെർവിക്കൽ ക്യാൻസറൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പലർക്കും ഈ സ്റ്റിറോയിഡൽ പ്രിപ്പറേഷൻസ് ഉപയോഗിക്കാൻ മടി കാണിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മുടെ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലക്നൗ ഒരു പുതിയ ഓറൽ പില്ല് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സഹേലി. സഹേലി
എന്താണ് ഈ സഹേലിയിലെ പ്രത്യേകത? സഹേലിയിൽ യാതൊരു സ്റ്റിറോയിഡ്സും ഇല്ല. സഹേലി നോൺ സ്റ്റിറോയിഡലാണ്. സഹേലി ഈസ് നോൺ സ്റ്റിറോയിഡൽ. സഹേലിയിൽ എന്ത് കെമിക്കലാണ് ഉള്ളത്? സഹേലി കണ്ടെയ്ൻ എ കെമിക്കൽ നോൺ ആസ് ഓർമെലോക്സിഫിൻ. ഓർമെലോക്സിഫിൻ എന്ന് പറഞ്ഞൊരു കെമിക്കലാണ് സഹേലിയിലുള്ളത്. എന്താണ് ഈ ഓർമെലോക്സിഫിൻ ചെയ്യുന്നത്? സാധാരണഗതിയിൽ ഫോളിക്കുലാർ ഫേസ് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നു? ഫോളിക്കുലാർ ഫേസ് ആകുമ്പോൾ ഓവറി ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈസ്ട്രോജൻ എൻഡോമെട്രിയൽ സെൽസിൻ്റെ മൈറ്റോസിസിനെ പ്രൊമോട്ട് ചെയ്യുന്നു. എൻഡോമെട്രിയം തിക്കനാവുന്നു. തിക്കൻഡ് ആയിട്ടുള്ള എൻഡോമെട്രിയത്തിലെ ഇംപ്ലാന്റേഷൻ നടക്കത്തുള്ളൂ. എന്നാൽ ഈസ്ട്രോജൻ എന്ന് പറയുന്നൊരു സ്റ്റിറോയിഡ് ഹോർമോണാണ്. സ്റ്റിറോയിഡ് ഹോർമോൺ ഓവറിയിൽ നിന്നും ബ്ലഡിലേക്ക് റിലീസ് ചെയ്താൽ ആ സ്റ്റിറോയിഡ് ഹോർമോണിനെ ആര് സ്വീകരിക്കും? എൻഡോമെട്രിയൽ സെൽസിൻ്റെ റിസപ്റ്റേഴ്സുമായിട്ട് അത് ബൈൻഡ് ചെയ്യണം. അതുകൊണ്ട് ഈസ്ട്രോജൻ ഷുഡ് ബൈൻഡ് വിത്ത് ദ ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സ് ഓഫ് എൻഡോമെട്രിയൽ സെൽസ്. എന്നാൽ ഈ ഓർമെലോക്സിഫിൻ എന്നുള്ള കെമിക്കൽ എന്താ ചെയ്യുന്നത്? എൻഡോമെട്രിയൽ സെൽസിലെ ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സിനെ മൊത്തം കയറി അങ്ങ് ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്താൽ ഓവറി ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്താലും ആ ഈസ്ട്രോജൻ എൻഡോമെട്രിയത്തിൽ യാതൊരു എഫക്റ്റുമില്ല. എൻഡോമെട്രിയം തിക്കൻ ചെയ്യത്തില്ല. തിക്കൻ ചെയ്യാത്ത എൻഡോമെട്രിയത്തിൽ ഇംപ്ലാന്റേഷൻ നടക്കത്തില്ല. അപ്പോൾ സഹേലി ഉപയോഗിക്കുമ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. ബിക്കോസ് ദ എൻഡോമെട്രിയത്തിൽ പ്രോലിഫറേഷൻ നടക്കുന്നില്ല, തിക്കനിങ് നടക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇതൊരു സെലക്റ്റീവ് ഈസ്ട്രോജൻ റിസപ്റ്റർ ബ്ലോക്കറാണ്. സഹേലിയിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ, അതിനെ ഓർമെലോക്സിഫിൻ എന്ന് വിളിക്കാം, സെൻറ്റ് ക്രൊമാൻ എന്ന് വിളിക്കാം. ഇത് ഒരു സെലക്റ്റീവ് ഈസ്ട്രോജൻ റിസപ്റ്റർ ബ്ലോക്കറാണ്, അല്ലെങ്കിൽ മോഡുലേറ്ററാണ്. സെലക്റ്റീവ് ഈസ്ട്രോജൻ റിസപ്റ്റർ മോഡുലേറ്റർ അല്ലെങ്കിൽ ബ്ലോക്കർ എന്ന് വിളിക്കാം. അപ്പോൾ എൻഡോമെട്രിയം തിക്കൻ ചെയ്യത്തില്ല. അതുകൊണ്ട് ഇതിനകത്ത് അതുമാത്രമല്ല, സാധാരണ ഓറൽ പിൽസ് എങ്ങനെയാണ്? ഒരു ഷെഡ്യൂളുണ്ട്. 21 ഡേയ്സ് കൺസിക്യൂട്ടീവായിട്ടൊരു കൃത്യസമയത്ത് കഴിക്കുക, 7 ഡേയ്സ് ഗ്യാപ്പ്, എഗെയിൻ 21 ഡേയ്സ്. എന്നാൽ ഇതങ്ങനെയല്ല, ആഴ്ചയിൽ ഒരു പിൽ കഴിച്ചാൽ മതി. വൺസ് എ വീക്ക് പില്ലാണ്. അതുകൊണ്ട് സഹേലി ഈസ് എ കോൺട്രാസെപ്റ്റീവ് കണ്ടെയ്ൻസ് സ്റ്റിറോയിഡൽ അല്ല, നോൺ സ്റ്റിറോയിഡൽ. സ്റ്റിറോയിഡൽ അല്ല, നോൺ സ്റ്റിറോയിഡൽ. അപ്പോൾ ഇത് തെറ്റാണ്. ഇതൊരു വൺസ് എ ഡേ പില്ലല്ല, വൺസ് എ വീക്കാണ്. വൺസ് എ വീക്ക് പില്ലാണ്. അപ്പോൾ രണ്ടും തെറ്റാണ്. ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ഫോൾസ്. അതൊരു വൺസ് എ വീക്ക് പില്ലാണ്, സ്റ്റിറോയിഡൽ അല്ല, നോൺ സ്റ്റിറോയിഡലുമാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധയോടുകൂടി വായിച്ച് വേണം ആൻസർ എഴുതാൻ. സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ ഇൻക്രീസസ്. നമുക്കറിയാം, ഈസ്ട്രോജൻ്റെ അളവ് കൂടുമ്പോൾ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറയും. ഈസ്ട്രോജൻ്റെ അളവിനെ പ്രൊജസ്ട്രോൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ എന്ന് പറയുന്നത്. ദ റേഷ്യോ ഓഫ് ഈസ്ട്രോജൻ ടു പ്രൊജസ്ട്രോൺ. ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ എപ്പോഴാണ് കൂടുന്നത്? ഇ പി റേഷ്യോ കൂടുന്നത് എപ്പോഴാണ്? ഇ പി റേഷ്യോ കൂടുന്നത് എപ്പോഴാണ്? ഫോളിക്കുലാർ ഫേസിൽ ഇ പി റേഷ്യോ കൂടും. ഫോളിക്കുലാർ ഫേസിൽ ഇ പി റേഷ്യോ കൂടും. മെൻസ്ട്രുവൽ ഫേസിൽ ഇ പി റേഷ്യോ കൂടും. പാർച്ചുറേഷൻ്റെ സമയത്ത് ഇ പി റേഷ്യോ കൂടും. എന്നാൽ ഇ പി റേഷ്യോ കുറയുന്നത് എപ്പോഴാണ്? ഇ പി റേഷ്യോ കുറയുന്നത് ലൂട്ടിയൽ ഫേസിൽ, ജസ്റ്റേഷൻ പീരീഡ്, പ്രഗ്നൻസി. ലൂട്ടിയൽ ഫേസിലും ജസ്റ്റേഷൻ പീരീഡിലും ഈസ്ട്രോജൻ കുറയുന്നു, പ്രൊജസ്ട്രോൺ കൂടുന്നു. അതുകൊണ്ട് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ ഇൻക്രീസസ് ഡ്യൂറിങ് ദ ലൂട്ടിയൽ ഫേസ്. തെറ്റാണത്. ലൂട്ടിയൽ ഫേസ് അത് കുറയുന്നു. ലൂട്ടിയൽ ഫേസിൽ അത് കുറയുകയാണ് ചെയ്യുന്നത്. ഓൾ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആർ കംപ്ലീറ്റ്ലി ക്യൂറബിൾ. ജെനൈറ്റൽ ഹെർപ്പിസ് ക്യൂറബിൾ അല്ല, കംപ്ലീറ്റ്. ഹെപ്പറ്റൈറ്റിസ് ബി കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല. എയ്ഡ്സ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല. അപ്പോൾ എല്ലാം ക്യൂറബിൾ ആണെന്ന് പറയുന്നത് തെറ്റാണ്. ഇറിവേഴ്സിബിലിറ്റി ഈസ് ദി നെഗറ്റീവ് സൈഡ് ഓഫ് സർജിക്കൽ മെത്തേഡ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ. സർജിക്കൽ മെത്തേഡ്സ്, വാസക്ടമി ആൻഡ് ട്യൂബക്ടമി. ഫീമെയിൽസിൽ ചെല്ലുന്നത് ട്യൂബക്ടമി, മെയിൽസിൽ ചെയ്യുന്നത് വാസക്ടമി.
വാസക്ടമി ആൻഡ് ട്യൂബക്ടമി ആർ terminal methods of contraception that makes the male and female sterile. പക്ഷേ ഗ്യാമിറ്റോജെനിസിസ് മുറ പോലെ നടക്കും, സെക്സ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷനും മുറ പോലെ നടക്കും. പക്ഷേ ഗ്യാമേറ്റ്സിന് ഡെസ്റ്റിനേഷനിലേക്ക് എത്താനൊക്കത്തില്ല, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത് അവിടെ. അതുകൊണ്ട് ഇതിനുള്ള ഒരു നെഗറ്റീവ് സൈഡ് എന്താണ്? ഒരിക്കൽ വാസക്ടമിയോ ട്യൂബക്ടമിയോ ചെയ്താൽ അത് പഴയ പോലെ ആക്കാൻ ബുദ്ധിമുട്ടാണ്, ഇറിവേഴ്സിബിൾ ആണ്. അപ്പോൾ ഇറിവേഴ്സിബിൾ ഈസ് ദ നെഗറ്റീവ് സൈഡ്, അത് കറക്റ്റാണ്. ലാക്ക് ഓഫ് റിവേഴ്സിബിലിറ്റി അതൊരു നെഗറ്റീവ് സൈഡാണ് അതിൻ്റെ. കാരണം ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവിൻ്റെ ലക്ഷണം എന്താണ്? ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ഷുഡ് ബി റിവേഴ്സിബിൾ. പ്രഗ്നൻസി വേണ്ട എന്ന് തോന്നുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നതാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. എന്നാൽ അതിൻ്റെ ഉപയോഗം നിർത്തിക്കഴിഞ്ഞാൽ പ്രഗ്നൻസി ഉണ്ടാകണം. അതുകൊണ്ട് an ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് ഷുഡ് ബി റിവേഴ്സിബിൾ ആയിരിക്കണം. പക്ഷേ ഇത് ഇറിവേഴ്സിബിൾ ആണ്, അതൊരു നെഗറ്റീവ് സൈഡാണ്. ബാരിയർ മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ ഇൻഹിബിറ്റ് ഓവുലേഷൻ അല്ല, ഇറ്റ് പ്രിവെൻറ്റ്സ് ഫെർട്ടിലൈസേഷൻ. ബാരിയർ മെത്തേഡ്സ് എന്താ ചെയ്യുന്നത്? സ്പേംസ് യൂട്രസിനകത്തേക്കും ഫാലോപ്യൻ ട്യൂബിലേക്കും പ്രവേശിക്കുന്നതിനെ ബ്ലോക്ക് ചെയ്യും. ബാരിയർ മെത്തേഡ്സ് ലൈക്ക് കോണ്ടംസ്, സെർവിക്കൽ ക്യാപ്സ്, വാൾസ്, ഡയഫ്രംസ്, ഇതെല്ലാം all barrier methods or male or female prevent the entry of sperms into the uterus and prevents fertilization. ഓവുലേഷനെ അത് പ്രിവെൻറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 and 4 ആണ്. 2 and 4 അല്ല, 1, 2 and 4. 1, 2 and 4. അപ്പോൾ ഇതൊരു കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ആ NCERT ടെക്സ്റ്റ് ഈ 2 ചാപ്റ്ററും സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് വായിക്കുക. വായിച്ചാൽ മാത്രം പോരാ, കഴിഞ്ഞ ഒരു 4 വർഷത്തെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ്റെ രീതി, നമ്മൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടും, പക്ഷേ അത് അപ്ലൈ ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ രീതി മനസ്സിലാക്കണം. അപ്പോൾ ഒരു കഴിഞ്ഞ 4-5 വർഷത്തെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് നോക്കിക്കഴിയുമ്പോൾ ചോദിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോഴേ നമുക്ക് അത് ക്ലിക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ്. Bye.